അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആകെപ്പാടെ ഇതിൽ 3 സ്ക്രൂസ് വെച്ച് ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. മാറാൻ വേണ്ടി കറക്റ്റ് പ്രോപ്പർലി ഗിയർ ആവും. അപ്പം അവിടുത്തെയും എൻജിനൊക്കെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഈ അണ്ടർബെല്ലിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ അണ്ടർബെല്ലി സെറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ ബെൻഡ് ചെയ്യുമ്പം സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്റ്റോക്ക് അണ്ടർബെല്ലി ഊരിയെടുക്കണം. അതായത് ഇതിലിപ്പം സ്റ്റോക്കാണ് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്ക് അണ്ടർബെല്ലിയുടെ ഇത് പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ ഓക്കെ. അപ്പോൾ ഇത്രയും ഊരിയെടുത്താൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ സോറി ഇവിടെയാണ്. ഓക്കെ, നമുക്കെല്ലാം ഊരാം. വൈബ്രേഷൻ അടയാതിരിക്കാൻ വേണ്ടി കുറേ റബ്ബർ ഒരു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും കാണണമല്ലോ. യെസ്, കിട്ടി. അങ്ങനെ 4 ഒരു എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറ സൈഡാണ്. അപ്പുറ സൈഡ് ചെയ്തവർ തന്നെ ഇപ്പുറത്തും. ഗൈസ് നമ്മൾ 2 സൈഡ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി അണ്ടർബെല്ലി വെച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ചുള്ള കട്ടിങ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോൾ ഇടേണ്ടി വരും. ഇവിടെയും ഹോൾ ഇടേണ്ടി വരും. പിന്നെ സെൻട്രൽ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കാണാനില്ല. നമ്മൾ ഇതിൽ നിർത്താൻ പറ്റുമോ നോക്കാം. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഹോൾ ചെയ്യണം, കട്ട് ചെയ്യണത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിനായിരിക്കും കട്ട് ചെയ്യുന്നത്. അടുത്തതായി നമ്മളിവിടെ ഹോളാണ് ഇടാൻ പോകുന്നത്. സെൻട്രൽ ഹോളാണ്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആകെപ്പാടെ ഇതിൽ 3 സ്ക്രൂസ് വെച്ച് ഒരു സൈഡ് വെച്ചിട്ടുള്ളൂ. ഈ 2 എണ്ണം അതും അപ്പുറത്തും ഇതേപോലെ വെച്ചിട്ടുണ്ട്. സെൻട്രലിൽ അവിടെ വയ്ക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ടാണ് വയ്ക്കാത്തത്. മറ്റേ സാധനമൊക്കെ തട്ടി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബലത്തിൽ തന്നെ നിന്നോളും. കണ്ടോ, സ്ട്രോങ് ആണ്, വേറെ സീനൊന്നുമില്ല. ഈ ഒരു പിടുത്തവും ആ ഒരു പിടുത്തവും മതി, നിന്നോളും. അപ്പം എങ്ങനെയുണ്ട് അണ്ടർബെല്ലി വെച്ചത്? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പെയിൻറ്റ് ചെയ്ത് പുട്ടിയിട്ട് ലെവലാക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. കാരണം നമ്മൾ നേരത്തെ ഇവിടെ ഇത് തള്ളി നിൽക്കുന്ന സാധനം നമ്മൾ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യണോ വേണ്ടെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര തട്ടി സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെയും അത്രയും വലിയ കർവ്ഡൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത്. പക്ഷേ അത് വലിയ കുഴപ്പമില്ല, അത് ഇത്രയും ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഫുൾ പെയിൻറ്റ് അടിക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഒറ്റ കളറായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഇവിടുത്തെ ആ ഓയിലിൻ്റെ ലെവലൊക്കെ കാണാം. അപ്പുറത്തും അതേപോലെ തന്നെ. അപ്പുറത്തെ ഗിയർ മാറാൻ നേരത്ത് കുറച്ച് തട്ടുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളവിടെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗിയർ മാറാൻ വേണ്ടി കറക്റ്റ് പ്രോപ്പർലി ഗിയർ ആവും. അപ്പം അവിടുത്തെയും എൻജിനൊക്കെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നിങ്ങളെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് എന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായി ഇടുക, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.